1300-ലധികം കുട്ടികൾ പഠിക്കുന്ന കൊണ്ടോട്ടി GMUP സ്കൂളിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ വളമാക്കി മാറ്റും. കൊണ്ടോട്ടി നഗരസഭയിലെ സ്കൂളിലെ തുമ്പൂർമൂഴി മോഡൽ എയ്റോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് സംസ്ഥാന തലത്തിൽ ആദ്യത്തേതാണെന്ന് അധികൃതരും പറഞ്ഞു. ജൈവ അജൈവ മാലിന്യ സംസ്കരണ രംഗത്ത് പ്രോസസിംഗ് യൂണിറ്റായി പ്രവർത്തിക്കാനാവും. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. സ്കൂളിലെ ജൈവമാലിന്യമെല്ലാം വളമാക്കി മാറ്റുകയും ചെയ്യും. നമ്മളൊരു പ്ലാന്റ് നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതും ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ്. നമ്മുടെ ജൈവ അജൈവ മേഖലയിൽ ആദ്യത്തെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് നമ്മുടെ കാന്തക്കാട് സ്കൂളിൽ വെച്ചിട്ട് നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. KSWMP പദ്ധതി പ്രകാരം 8.3 ലക്ഷം രൂപ മുടക്കിയിട്ടാണ്, അടങ്കൽ തുക വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിൽ ചെയർപേഴ്സൺ പറഞ്ഞ പോലെ തന്നെ അത് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്കിന്റെയും ലോക ബാങ്കിന്റെയും ഒരു വിഹിതവും കേരള സർക്കാരിന്റെ ഒരു വിഹിതവും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. പ്രോസസ്സിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 2 യൂണിറ്റ് തുമ്പൂർമൂഴി യൂണിറ്റാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. വളം കൃത്യമായിട്ട് നമ്മൾ എന്ത് വെച്ചാൽ സ്കൂളിന്റെ പൂന്തോട്ട ആവശ്യങ്ങൾക്ക് മറ്റു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള വളക്കൂറുള്ള ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൊണ്ടോട്ടി നഗരസഭ നിർമ്മിക്കുന്ന ആദ്യത്തെ ജൈവമാലിന്യ സംസ്കരണ യൂണിറ്റ് കൂടിയാണിതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ നിത ഷഹീർ പറഞ്ഞു. കൊണ്ടോട്ടി നഗരസഭയുടെ ആദ്യത്തെ ഖരമാലിന്യ പരിപാലന യൂണിറ്റാണ് ഇന്നിവിടെ കാന്തക്കാടിന്റെ മുറ്റത്ത് ആരംഭിക്കാൻ പോകുന്ന, ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോകുന്നത്. KSWMP എന്ന് പറഞ്ഞാൽ തീർത്തും ഖരമാലിന്യ പരിപാലനത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, ജൈവവളം ഉൽപ്പാദിക്കുക, അതും തൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന പറമ്പിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റിൽ നിന്ന് തന്നെ ഇത്രത്തോളമുള്ള ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന യൂണിറ്റ് എന്നുള്ള രീതിയിലാണ് ഇന്ന് കാന്തക്കാട് സ്കൂളിൽ ഇത് നടക്കുന്നത്. 2 ഇടങ്ങളിലായിട്ട് നമ്മൾ ഈ പദ്ധതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പൂർത്തീകരിച്ചത് കാന്തക്കാട് സ്കൂളിന്റെ മുറ്റത്താണ്. ഇനി നമ്മുടെ മീൻ മാർക്കറ്റിൽ, അതും തന്നെ നമ്മൾ മീൻ മാർക്കറ്റ്, കൊണ്ടോട്ടി മീൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തികച്ചും എല്ലാ മേഖലയിൽ നിന്നും മറ്റും വലിയൊരു മാർക്കറ്റാണ്. അപ്പം അത്രത്തോളം ജൈവമാലിന്യങ്ങൾ അവിടെ കിട്ടും എന്നുള്ള ഒരു മുൻനിർത്തിക്കൊണ്ടാണ് അവിടെയും ഈ യൂണിറ്റ് ആരംഭിച്ചത്. അത് 11 ലക്ഷത്തിന്റെ പദ്ധതിയാണ്. 8,30,000 രൂപയാണ് അടങ്കൽ തുക. TV ഇബ്രാഹിം MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കൈരളി ന്യൂസ്, മലപ്പുറം.